ഡു വി റിയലി ലീവ് ഇൻ ഫ്രീഡം? നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രീഡം എന്നൊരു കോൺസെപ്റ്റിനെയൊക്കെ പറ്റി നമ്മൾ എത്രത്തോളം ഫ്രീഡത്തിനാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കേജ്ഡാണ് നമ്മുടെ ലൈഫിൽ എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഓഷോയുടെ ബുക്സിൽ നിന്ന് അല്ലെങ്കിൽ ഓഷോയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യമേ തിരിച്ചറിയുക എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ഒരു റെസ്ട്രിക്ഷനിലാണ് നമ്മൾ ലൈഫിൽ ജീവിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ അറൗണ്ട് ഒരു 20s ഞാനിത് ഓഷോയിലേക്ക് എക്സ്പ്ലോർ ആയത്. ഓഷോയിലേക്ക് ഞാൻ ഓഷോയുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് തുടങ്ങിയ ആ ഒരു ടൈമിലാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രീഡം എന്നൊരു ഡയമെൻഷൻ്റെ പല ആസ്പെക്റ്റിൽ പല ഡയമെൻഷൻസിൽ അദ്ദേഹം ഫ്രീഡം എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് നമ്മൾ എത്രത്തോളം നമ്മൾ കേജ്ഡ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഹൗ വി ആർ ലിമിറ്റഡ് ഇൻ ലൈഫ് എന്നതിനെപ്പറ്റി ഞാൻ കൂടുതൽ ബോധവാനാകുന്നത് അദ്ദേഹത്തിലൂടെ ആണ്. സോ ഫ്രീഡം എന്നതിനെ നമ്മൾ മൂന്നായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ദിസ് വീഡിയോ ഈസ് ബേസ്ഡ് ഓൺ ഓഷോ ഫ്രീഡത്തെക്കുറിച്ച് പറഞ്ഞ ആ ഒരു റെഫറൻസിനെ ബേസിസാണ്, ഓഷോയുടെ ഇൻസൈറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത്. സോ അദ്ദേഹം മെയിനായിട്ട് ഫ്രീഡത്തിനെ 3 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫ്രീഡം ഫ്രം, ഫ്രീഡം ഫോർ, ഫ്രീഡം ഫ്രം വൺ സെൽഫ് എന്ന രീതിയിൽ മൂന്ന് രീതിയിലാണ് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ കാറ്റഗറി നമുക്ക് നോക്കാം, ഫ്രീഡം ഫ്രം. ഈ ഫ്രീഡം ഫ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ സിസ്റ്റം, നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, അങ്ങനെയുള്ള നമ്മളിൽ എന്താ പറയുക, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ആ ഒരു ആക്സിഡൻ്റലായിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറേ റെസ്ട്രിക്ഷൻസും കുറേ ബോണ്ടേജസും ഉണ്ട്. സോ ആ ഒരു ബോണ്ടേജിൽ നിന്നുള്ള ഒരു ഫ്രീഡം ആണ് നമ്മൾ ടിപ്പിക്കലി നോർമലി ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് റിലീജിയൻ, അവർ ജനിച്ച റിലീജിയൻ എന്ന് പറയുന്നത് അവരുടെ തീരുമാനമല്ല. അവരൊരു ഹിന്ദു ഫാമിലിയിൽ ജനിക്കുക, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി, മുസ്ലിം ഫാമിലി, ഒരു ബുദ്ധിസ്റ്റ് ഫാമിലി, അങ്ങനെ ഒരു ഫാമിലിയിൽ അവർ ജനിച്ചു പോകുന്നു. അത് അവരുടെ ആക്സിഡൻ്റൽ സംഭവമാണ്, അവരൊരു കോൺഷ്യസ് ചോയ്സ് അല്ല. സോ ദേ ഹാവ് ടു ഫോളോ വാട്ട് അവരുടെ ഫാമിലി എന്താണോ ഫോളോ ചെയ്യുന്നത് അത് അവർ തന്നെ നിർബന്ധപൂർവ്വം ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇന്നർ ബീയിങ്ങുമായിട്ട് നമുക്ക് ആ ഒരു റിലീജിയനുമായിട്ട് പറ്റുമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കേസസിൽ പീപ്പിൾ മേ വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദർ റിലീജിയൻ. അവർ എത്തീസ്റ്റ് ആകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എത്തീസ്റ്റിൽ നിന്ന് എത്തീസ്റ്റൊക്കെ ആകുന്ന ആൾക്കാർ പലപ്പോഴും എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ റിലീജിയൻ അവരുടെ കോൺഷ്യസ് ചോയ്സ് അല്ല, അത് അവരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. അങ്ങനെയുള്ള കേസസിലാണ് പലരും അതിൽ നിന്ന് വെറുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്രീഡം ഫ്രം എന്നൊരു കോൺസെപ്റ്റ് വരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. റിലീജിയനിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, അതിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, ഇതെന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഫ്രീഡത്തിൻ്റെ പുറത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജനിക്കുന്നു, അതെപ്പോഴും ഒരു ആക്സിഡൻ്റ് ആണ്, നമ്മുടെ കോൺഷ്യസ് ചോയ്സ് അല്ല. സോ അപ്പം നമുക്ക് ആ സൊസൈറ്റിയോട് നമുക്ക് പൊരുത്തപ്പെടണമെന്ന് നിർബന്ധമില്ല, ആ സൊസൈറ്റിയുടെ രീതികൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പം ഒരുപാട് ഓർത്തഡോക്സ് ആയിട്ട് ഫീൽ ചെയ്യിക്കുക, ഒട്ടും മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ജനിക്കുക എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. സോ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടൽ വേണം, അതായത് ഇതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം, അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല, വി നീഡ് എ ബെറ്റർ ലൈഫ്. അങ്ങനെ നമ്മൾ ആ ഒരു ബെറ്റർ ഫ്രീഡം ഉള്ള ഒരു സൊസൈറ്റിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ യു വാണ്ട് ടു ഫ്രീ യുവർ സെൽഫ് ഫ്രം ദ സൊസൈറ്റി, ദ കൾച്ചർ, ദ സിവിലൈസേഷൻ യു ആർ പാർട്ട് ഓഫ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ബെറ്റർ എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിലവിലെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഫ്രീഡം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം പാരൻസ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഓഷോയെ സംബന്ധിച്ചുള്ള. അതായത് നമ്മളെപ്പോഴും നമ്മളൊരു ഫാമിലിയിലൊക്കെ ജനിക്കുമ്പോഴെന്ന് പറയുമ്പോൾ എപ്പോഴും പാരൻസിന് അവരുടേതായ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വെക്കുക, അവരുടെ രീതികൾക്കനുസരിച്ച് നമ്മളെ വളർത്തിക്കൊണ്ട് വരിക. അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ അവർക്ക് ഡോക്ടർ ആകണം, നമ്മൾ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് ജോബിൽ പോകണം, അങ്ങനെയുള്ള ഓരോ ഇംപ്രിസൺമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, അല്ല മറ്റൊരു രീതിയിൽ പോകണം, അങ്ങനെ അവരുടെ കുറേ കാഴ്ചപ്പാടുകളുണ്ട്. അത് നമ്മളിലേക്ക് ഏൽപ്പിക്കുക, അല്ലെ നമ്മളെ ഒരു സ്വതന്ത്രമായിട്ടൊരു ഫ്രീ ഇൻഡിവിജ്വൽ ആക്കാൻ പൊതുവേ ഒരു ഫാമിലി അല്ലെങ്കിൽ പാരൻസിനെ എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്. നമ്മളൊരു ഫ്രീ ഇൻഡിവിജ്വൽ ആക്കാൻ നമ്മൾ പൊതുവേ സംസാരിക്കും. ഇപ്പോൾ ലവിന് വേണ്ടി പോകാൻ പറ്റില്ല, ഒരു ലവ് ആൻഡ് സെക്സ്വൽ ഫ്രീഡം ഒന്നും പൊതുവേ നമ്മുടെ ഫാമിലീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. പാരൻസൊക്കെ എഗെയിൻസ്റ്റാണ് സെക്സിനൊക്കെ. സെക്സ്വൽ ഫ്രീഡം ഒരു ബിഫോർ മാരേജ് എന്നൊക്കെ പറയുന്നത് പൊതുവേ ലവ് ആൻഡ് സെക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മിക്ക ഒരു ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറയാമെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരു ഫ്രീഡം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സോ ദ ഫസ്റ്റ് ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം യുവർ സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, പാരൻസ്, ഫാമിലി, അങ്ങനെ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു ഫ്രീഡം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ദാറ്റ്സ് ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഫ്രീഡം.
ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം ഫോർ എന്ന് പറയും. അതായത് ഫ്രീഡം ഫോർ ലൈക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഫ്രീഡം ഫോർ വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ്, ലൈക്ക് ഫ്രീഡം ഫോർ ക്രിയേറ്റിവിറ്റി, ഫ്രീഡം ഫോർ ലവ്, ഫ്രീഡം ഫോർ യുവർ സെൽഫ് ഗ്രോത്ത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ കുറേ എന്താ പറയുക ഡിസയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമുക്കൊരു മ്യൂസീഷ്യൻ ആകണം, ഡാൻസർ ആകണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകണം, അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട പാതകളിലൂടെ പോവുക. അങ്ങനെ നമ്മുടെ ഓരോ ആംബിഷൻസ് അനുസരിച്ച്, നമ്മുടെ ഡിസയേഴ്സ് അനുസരിച്ച് നമ്മൾ ഒരു 4 കോൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഫ്രീഡം 4 എന്നൊരു കോൺസെപ്റ്റിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോവുക എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്ന ഒരു വ്യക്തിപരമായ ഇതാണ്, ഒരു ഡയറക്ഷനുള്ള കുറച്ചുകൂടെ വ്യക്തിപരമായ ഒരു സംഭവമാണ്. ആദ്യത്തെ കാറ്റഗറി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ പോലെയാണ്. അതായത് നമ്മളൊരു സിസ്റ്റത്തിൽ ജനിക്കുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനെ റിയാക്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ പോകാനോ ഒക്കെ ശ്രമിക്കുന്നു. സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫ്രീഡം 4 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡയറക്ഷണലാണ്. അതായത് നമ്മളുടെ ഒരു ടാലൻറ്റ് നമ്മൾ തിരിച്ചറിയുന്നു. ആ ടാലൻറ്റിൻ്റെ പുറത്ത് നമുക്ക്, അതായത് ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ഇഷ്ടം കണ്ടെത്തുന്ന ഒരാൾ, അയാൾക്ക് പാട്ട് പാടി ജീവിക്കാൻ അയാൾ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ ആകണമെന്ന് തോന്നുന്ന ആൾ ഒരു ക്രിക്കറ്റ് കളിച്ച് അത് പ്രൊഫഷനാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ ബീയിങ്ങിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രീഡമാണ് ഫ്രീഡം 4 എന്ന് പറയുന്നത്. സോ ഈ ഫ്രീഡം 4ഉം ഫ്രീഡം ഫ്രം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം അല്ല. ഇപ്പോൾ ഫ്രീഡം 4 സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫ്രീഡം 4 ആണെങ്കിൽ പോലും അവിടെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൽഫും ഈഗോയും ഉണ്ട്. ഫ്രീഡം ഫ്രമിലും ഫ്രീഡം 4 എന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കാറ്റഗറി ഓഫ് ഫ്രീഡം ഫ്രം, എന്തുകൊണ്ട് എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് സൊസൈറ്റിയിൽ നിന്നും കൾച്ചറിൽ നിന്നൊക്കെ ഫ്രീഡം വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നൊരു പെർസ്പെക്റ്റീവ് അവിടെ എപ്പോഴും റിയാലിറ്റിയാണ്. അതായത് എൻ്റെ സെൽഫിന് അവിടെ ഒരു എന്താ പറയുന്ന ഒരു നിലനിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് സൊസൈറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റിലീജിയനായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും ഞാൻ എന്ന ഒരു കാര്യത്തിനാണ് പ്രയോറിറ്റി. ഇത് ഈഗോയ്ക്കാണ് എപ്പോഴും അവിടെ പ്രയോറിറ്റി വരിക എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രമിലാണെങ്കിൽ ഫ്രീഡം 4 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കാറ്റഗറി നമ്മുടെ ഇത് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നു, ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ജോലിക്കനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു ഡയറക്ഷൻ്റെ പുറത്ത് നമ്മൾ പോകുന്നു. അപ്പോൾ ഫ്രീഡം 4 ആണെങ്കിൽ പോലും അവിടെ നമ്മുടെ എപ്പോഴും പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ഈഗോയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ എന്നതിന് പ്രയോറിറ്റിയാണ് 2 കാറ്റഗറിയിലും എന്ന് പറയാമെന്ന് പറയുന്നത്, ഫ്രീഡം ഫ്രമിലും ഫ്രീഡം 4ലും എന്ന് പറയുന്നത്. ഓൾവേസ് ദെർ ഈസ് എ പ്രയോറിറ്റി ടു യുവർ ഈഗോ. സോ അതുകൊണ്ടാണ് ദ തേർഡ് കാറ്റഗറി ഇസ് ദ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം എന്ന് നമ്മൾ പറയാൻ പോകുക എന്ന് പറയുന്നത്. സോ എന്താണ് തേർഡ് കാറ്റഗറി? തേർഡ് കാറ്റഗറി ഈസ് ദ ഫ്രീഡം ഫ്രം വൺ സെൽഫ്. Freedom from oneself, that is freedom from your ego. That's the ultimate category in freedom എന്നാണ് നമ്മൾ പറയുന്നത്. It is a type of spiritual freedom ആണ് the third category of freedom, അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ഫ്രീഡം ഫ്രം വൺ സെൽഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഈഗോലെസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ഞാനെന്ന ഭാവമില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് നമ്മളെ ഫ്രീഡം ഫ്രം വൺ സെൽഫ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈഗോ എന്ന് പറയുക അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബേർഡൻ ആയിട്ടാണ് നമുക്ക് നോർമലി ഫീൽ ചെയ്യാമെന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ആദ്യത്തെ 2 ഫ്രീഡം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നമുക്ക് സ്റ്റിൽ നമുക്കൊരു ടോട്ടൽ ലെവൽ ഓഫ് ഫ്രീഡം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യണമെന്നില്ല. അതായത് ഫ്രീഡം ഫ്രമും കിട്ടി, ഫ്രീഡം 4ഉം കിട്ടി, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഞാൻ എന്നത് ഒരു ബേർഡനായി വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഫീൽ ചെയ്യും. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യുള്ളതാണ് ഓഷോയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാം കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടി, ജീവിതത്തിൽ കിട്ടേണ്ടതെല്ലാം കിട്ടി, ബട്ട് സ്റ്റിൽ യു ഫീൽ ലൈക്ക് യു ആർ സംവെയർ ബോണ്ടഡ്. നമ്മളെവിടെയൊക്കെ കേജ്ഡ് ആണ്. അതായത് ഞാൻ ഒരു ഈഗോ എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കേജ്ഡ് ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഈഗോ ഈസ് നോട്ട് എ ഫ്രീഡം, നോട്ട് ആൻ എക്സ്റ്റസി. നമ്മൾ ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ട് പോകുമ്പം, ഒരുപാട് ഈഗോ സെൻട്രിക് ആകുമ്പം ഒരു എക്സ്റ്റസി ബ്ലിസ് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ഒന്നും നമുക്ക് നോർമലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഈഗോ ഈസ് ഓൾവേസ് ലിമിറ്റഡ്. ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഞാൻ വേറെ, നീ വേറെ, അല്ലെങ്കിൽ ഞാൻ വേറെ, പ്രപഞ്ചം വേറെ, ഞാൻ വേറെ, പ്രകൃതി വേറെ, അങ്ങനെ ഞാനും നീയും എന്നൊരു സംഭവം എപ്പോഴും നിലകൊള്ളുന്ന ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. സോ ആ ഞാൻ എന്ന സാധനം ഇല്ലാതായി ഒരു ആംനെസ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ മാറിയിട്ട് ആം മാറിയിട്ട് ആംനെസ് മാത്രം.
ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഫീലിംഗ് ഓഫ് എന്താ പറയുക ബീയിങ് വിത്ത് എ ടോട്ടൽ എന്നാണ് നമുക്കതിനെ ഒന്നും കൂടെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുക. അതായത് നമ്മൾ സെപ്പറേറ്റഡ് അല്ല, നമ്മളും എക്സിസ്റ്റൻസും ഒന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പ്രപഞ്ചം തന്നെയാണ് ഞാൻ. അതായത് ഒരു പ്രപഞ്ചം എന്നതൊരു വലിയൊരു സംഭവത്തിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. ഐ ആം പാർട്ട് ഓഫ് ദ ഹോൾ എന്നൊരു ഫീലിംഗ്, എന്നൊരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത്. ഈ സെൽഫ് റിയലൈസേഷൻ, ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സ്റ്റേജാണ് ഈ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ആ സെൽഫ് റിയലൈസേഷനിൽ നമ്മൾ നമ്മൾ ശരിക്കും നമ്മൾ സംഭവിക്കുക എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. ഐ ആം ലൈഫ് ഇറ്റ് സെൽഫ്. ഞാൻ വേറെ, പ്രപഞ്ചം വേറെ എന്നല്ല. ഐ ആം ലൈഫ് ഇറ്റ് സെൽഫ്. അതായത് ഞാൻ വേറെ, ദൈവം വേറെ എന്നല്ല, ഞാൻ തന്നെയാണ് ദൈവം. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഐ ആം ഗോഡ്, ഐ ആം ട്രൂത്ത്. ഞാൻ തന്നെയാണ് എല്ലാം, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്നൊരു തിരിച്ചറിവ് വരുമ്പം എന്താ പറയുക, നമുക്ക് ആ ഒരു ബേർഡൻ ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലൈഫിനെ കുറിച്ച് ഒരുപാട് ആവലാതികൾ വരുന്നത്. നാളെ എന്ത് സംഭവിക്കും, എനിക്ക് നാളെ ജോലി കിട്ടുമോ, നാളെ എനിക്ക് ജോലി നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ സേഫായിട്ട് ഇരിക്കുമോ, അങ്ങനെ നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റീസ് എല്ലാം വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇറ്റ്സ് റൂട്ട് കോസ് ഈസ് ഈഗോ ആണ്. നമ്മൾ ഈഗോ സെൻട്രിക് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് വരിക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നമ്മൾ സംഭവിക്കുമ്പോൾ, ഈഗോ ഡിസോൾവ് ആകുമ്പോൾ, ഈഗോ ഇല്ലാതാകുമ്പോൾ എന്താ ഒരു ബേർഡൻ നമുക്ക് ഫീൽ ആവും, ബേർഡൻ നമുക്ക് റിലീവ് ആവും. അതായത് നമ്മുടെ ആ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റീസ് എല്ലാം നമ്മളിൽ നിന്ന് മാറി നമുക്ക് തിരിച്ചറിവ് കിട്ടും. അതായത് എക്സിസ്റ്റൻസ് നമ്മളെ ക്യാരി ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റൻസിന് നമ്മളെ വേണം. ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പ്രപഞ്ചമാണ് എന്നെ സൃഷ്ടിച്ചത്, അപ്പോൾ പ്രപഞ്ചത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളും പ്രപഞ്ചവും ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയങ്ങളിൽ ആ ഒരു ലൈഫിന് നമ്മളെ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം തന്നെ നമ്മളെ ക്യാരി ചെയ്തോളും, പ്രപഞ്ചം നമ്മളെ സേഫായിട്ട് നിർത്തിക്കോളും എന്ന ആ ഒരു തിരിച്ചറിവ് സെൽഫ് റിയലൈസേഷനിലൂടെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് പറയാന്ന് പറയുന്നത്. സോ ഈ ഫ്രീഡം ഫ്രം വൺ സെൽഫിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു ഗോൾ എന്ന് പറയാമെന്ന് പറയുന്നത്. അതായത് ആ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കി തരും. ഇതിപ്പോൾ നമ്മൾ ഇൻ്റലക്ച്വലി മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഇത് ഓഷോയുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് എനിക്കിത് ഇൻ്റലക്ച്വലി മനസ്സിലായി. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കും ഇൻ്റലക്ച്വലി മനസ്സിലാവും. പക്ഷേ ഇൻ്റലക്ച്വൽ മനസ്സിലാക്കാനുള്ള അവിടെ പ്രസക്തിയില്ല. ഒരു എക്സിസ്റ്റൻഷ്യൽ ലെവലിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക അല്ല, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മളിൽ ഉണരുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മളിൽ വരിക എന്നതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ അത് സംഭവിക്കണമെങ്കിൽ യു നീഡ് ടു മൂവ് ഇൻ ടു ഡീപ്പർ മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോയി നമ്മൾ ആ ഒരു സെൽഫില്ലാത്തൊരു സ്റ്റേറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതനുഭവിച്ചിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ സമാധി പോലെയുള്ള ലെവലോട്ടൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അവർ തിരിച്ചറിഞ്ഞു, നോട്ട് ഇൻ ഇൻ്റലക്ച്വൽ ലെവൽ ബട്ട് റിമെമ്പർ ഇറ്റ് ഈസ് ആൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്. ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ എന്നാണ് നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി പറയാമെന്ന് പറയാം. സോ ഈ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡത്തിലേക്ക് വരിക എന്നതാണ് ഓൾവേസ് ദ ഗോൾ ഓഫ് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടേക്കാണ് നമ്മളെ എപ്പോഴും ഒരു സ്പിരിച്വൽ സെർച്ച് നമ്മളെ നയിക്കുക എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.